ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മരിയ ജോബിൻസ്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ കാണുന്നത് തന്നെ. നമ്മൾ കഴിഞ്ഞിടയ്ക്കൊരു വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഇത് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് കണ്ടിന്യൂ വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് ബ്ലോക്കായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ അനുമരിയുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ തലേന്നേ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിയുണ്ട്, ആൻറ്റിയുണ്ട്, ആൻറ്റിയുടെ മകളുണ്ട്, 2 ആൻറ്റിമാരുണ്ട് കേട്ടോ. അവരെല്ലാം ഉണ്ട്. പിന്നെ ടോംപാപ്പനുണ്ട്, പപ്പായുണ്ട്, പിന്നെ ചേട്ടൻ്റെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പാലൊക്കെ റെഡിയാക്കി ഇവിടെ വെക്കണം. അച്ഛനൊക്കെ ഉടനെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ആൻറ്റിമാരും ഒക്കെ എത്തിയത്. ജോസൂട്ടനും ആൻറ്റിമാരും എല്ലാം കൂടെ അവരൊരുമിച്ചിട്ടാണ് വന്നത്. 7:30 ആയപ്പോഴാണ് അവരെത്തിയത് തന്നെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാം റെഡിയെല്ലാം ആക്കിയത് കാരണം അച്ഛൻ 8 മണിക്ക് കറക്റ്റ് 8 മണിക്ക് തന്നെ അവരുടെ പള്ളിയിൽ അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പം നിങ്ങളെ ഈ നമ്മുടെ റിച്ചേട്ടൻ്റെയും അനുമരിയാടെയും ഏതെങ്കുട്ടൻ്റെയും വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വലിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം വീടെല്ലാം വെഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മൾ പാല് കാച്ചുന്നത് തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വിളിച്ചുള്ള കർത്താവ് ഈ ഭവനത്തിൻ്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നുള്ളിൽ നിരന്തരം വസിക്കും എൻ രൂപം ഞാൻ ദർശിപ്പാൻ വിശ്വാസത്തിൽ വെളിച്ചം തരേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാഹനത്തിൽ വീഴാനിടയാകരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പർദീസാന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, മായ സർവേശ്വര എന്നേക്കും. സങ്കീർത്തനത്തിന്റെ ആദ്യ പാദം ആവർത്തിച്ച് ചൊല്ലാം. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച വിരിച്ച പുൽത്തകിടികളിൽ അവിടെ നിന്ന് മേൽപ്പെടുകയില്ല. ആത്മാവിനും സ്തുതി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സു നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന ബോധ്യം വിവിധ ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സുവിശേഷം പൊൻകിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 1 മുതൽ
ആശംസകളും നമുക്ക് പ്രാർത്ഥന. പിതാവായ ദൈവമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാൻ അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും പിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷങ്ങളും സ്വീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനം അവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ച് ഇതിന്റെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാകണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ. ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി തെളിയിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിട ചന്തമേറുന്ന ദീപമേ. ജീവിത പാദമേ, പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായ അവതരിക്കുകയും പീഡാസഹനവും വിസ്മരണവും ദാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കി മിശിഹായെ അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധമ്മയുടെയും മാറിയോസേഫിൻ്റെയും സ്തുതിക്കും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപങ്ങൾ ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്ന മിശിഹായെ അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയുള്ളട്ടെ. ഇവ സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്നവരുടെ യാതനകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അനുഗ്രഹാശിസുകളും ഈ ഭവനത്തോടും ഈ കുടുംബാംഗങ്ങളോടും അപ്പം നമ്മുടെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ വീട് വെഞ്ചരിക്കുക, അതൊന്ന് ആശീർവദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുക എന്നുള്ള ചടങ്ങാണ്. അതിപ്പോൾ നമ്മൾ മെഴുകുതിരി അച്ഛൻ പ്രാർത്ഥിച്ച് കത്തിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടമ്മമാരുടെ മധ്യയിൽ നിന്ന് അവൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അവർ ഫാമിലിയായിട്ട് നിൽക്കുന്നുണ്ട്. ഏതൻകുട്ടനെ, റിച്ചേട്ടനെ, അമ്മമാർ രണ്ടുപേരും എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വീടൊക്കെ എല്ലാം കാണുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പാല് അടുപ്പത്തിൽ വെച്ച് അത് തിളച്ച് പൊങ്ങി വരണമല്ലോ, എന്നാലാണല്ലോ സമൃദ്ധിയുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിനി വെയിറ്റ് ചെയ്യണം. പാല് തിളച്ച് തൂകണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ പാല് തിളച്ച് തൂകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒത്തുകൂടാനൊരു ഇതുണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം അത് കഴിഞ്ഞ് ഒരു ഉച്ചയോട് കൂടിയാണ് ബാക്കി ചടങ്ങുകളൊക്കെ.
ബാക്കി ചടങ്ങെന്ന് വെച്ചാൽ എല്ലാവരെയും അടുത്തുള്ള ഫ്രണ്ട്സിനെയും കസിൻസിനെയും എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് 1 മണിയോടുകൂടിയാണ് എല്ലാവരും വരുന്നത് തന്നെ. അപ്പം നമ്മളും ഉച്ചയോടുകൂടി നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിച്ച് അതെല്ലാം സന്തോഷത്തോടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടേ നമ്മളും പോവുകയുള്ളൂ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് റീച്ചേട്ടൻ്റെ പപ്പ. ഇതാണ് ഇവിടെ മുന്തിരിങ്ങയും കൽക്കണ്ടമാണ് നമ്മൾ പാല് കാച്ചി കഴിയുമ്പോൾ ഉടനെ കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും നമ്മൾ അവിടെ കൂടി എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏതൻകുട്ടൻ്റെ സ്വപ്ന വീട് എന്ന് പറയാം. ഏതൻകുട്ടൻ ഒരുപാട് ആഗ്രഹമായിരുന്നു അവന് വീട് വയ്ക്കുന്നതും. അവന് എല്ലാ കാര്യത്തിനും അവൻ ഓടി നടക്കുമായിരുന്നു. പപ്പായമ്മ നാട്ടിലില്ലാത്ത സമയത്തുള്ള ഏതൻകുട്ടന് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ പോയി അവനെല്ലാ കാര്യവും അവന് ഫോട്ടോസെല്ലാം എടുത്ത് അപ്പനും അമ്മയ്ക്കെല്ലാം അയച്ചു കൊടുക്കുന്ന എല്ലാം ഏതൻകുട്ടനാണ് കേട്ടോ. അപ്പം അവന് ഭയങ്കര സന്തോഷമാണ്. അവനാണ് ഒരുപാട് സന്തോഷം. അവന് വീടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവന് ഒത്തിരി സന്തോഷമായിരുന്നേ. എല്ലാവരും തന്നെ അപ്പോൾ ഈ പാൽ എപ്പോഴാണ് തിളച്ച് മറിയുന്നത് എന്ന് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും, ഞാനും ആ പാലെന്ന് ഇങ്ങനെ തന്നെ ഞാനും കട്ട വെയിറ്റിങ്ങിലാണ് തിളച്ച് നിർത്തിക്കോ പക്ഷെ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അപ്പം നമ്മൾ അത് പാലൊന്ന് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ എല്ലാവരും അത് കണ്ടുകൊടുത്തു. അതിലേക്ക് പഞ്ചസാര മധുരം ചേർത്ത് അത് എല്ലാവർക്കും മധുരം കഴിക്കാൻ കൊടുക്കുന്നത് പാലും എല്ലാവർക്കും കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമ്മളൊരു പ്രധാന ചടങ്ങായിട്ടാണ് കേട്ടോ. അത് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. റീച്ചേട്ടനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. കഴിക്കാൻ ആൾക്കാർ അവരൊക്കെ കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ ഹാളിതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പാലെല്ലാം ഇനിയിപ്പം നമ്മൾ അരിയാണ് അത് നമ്മൾ അടുപ്പിൽ അരി ഇടണമെന്നാണ് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു വീടാകുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുപ്പ് അതാവാതെ തന്നെ ഉടനെ തന്നെ നമ്മൾ അടുപ്പിലേക്ക് അരി വയ്ക്കുകയാണ്. അതായത് കഞ്ഞി വയ്ക്കാൻ തുടങ്ങുകയാണ്. അത് അമ്മയും ആനുവും കൂടെ അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ പ്രാർത്ഥന റൂം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഉച്ചയോടുകൂടി എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. ഇപ്പോൾ രാവിലെ 7:30-8 മണിക്കെന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും തന്നെ എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു രാവിലെ ആ സമയത്ത്. അപ്പം ബാക്കിയുള്ളവരെല്ലാം ഒരു 11-1 മണിക്കുള്ളിലാണ് എല്ലാവരും ക്ഷണിച്ചിട്ടിരിക്കുന്നത്. അവർക്കൊക്കെ ആ സമയത്ത് എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയാം. ഇവിടെയാണ് ഫസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് തന്നെ നമ്മൾ. അപ്പം രാവിലെ തന്നെ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും അവരൊക്കെ രാവിലെയാണ് വന്നത്. ആൻറ്റിമാരെല്ലാം രാവിലെയാണ് വന്നത്. അപ്പം ഞങ്ങൾ 2 ദിവസം മുന്നേ അങ്ങ് എത്തിയതാണല്ലോ. അപ്പോൾ നമ്മളിവിടെ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരുടെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിയുടെ കൂടെ പോവുകയാണ്. ജോസൂട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ആൻറ്റിയൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ച് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡിൻ്റെ സമയമായി എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കിനും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അകലെയുള്ളവരെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉടനെ തന്നെ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇറങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഏകദേശം 2 മണി എടുക്കാറായിട്ടുണ്ട് സമയം. അപ്പം ഞാനും ആൾക്കുട്ടിയൊക്കെയാണ് ലാസ്റ്റ് ഘട്ടത്തിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഉടനെ പോകും. പിന്നെ അപ്പോൾ ഏതൻകുട്ടൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഏതൻകുട്ടനെ കാണാനേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഏതൻകുട്ടൻ എല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷമായിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് നടത്തി. പേര് കഴിച്ചിട്ടൊക്കെ യാത്രയായി. പിന്നെ നമ്മൾ കുറച്ച് പേരൊക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോവുകയാണ്. പിച്ചാൻ അന്നേരം പോകാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ പോവുകയാണെന്നൊക്കെ പറയാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ പിന്നെ ജോസൂട്ടൻ്റെ വണ്ടിയിലാണ് വന്നത്. അതായത് ഇവാഞ്ചൽ നമ്മുടെ മാളുക്കുട്ടിയുടെ വണ്ടിയിലാണ് അവരെല്ലാവരും കൂടെ വന്നത്. അപ്പം മാളുക്കുട്ടിയും ഇല്ലായിരുന്നു, അക്കു ഇല്ലായിരുന്നു. അവർക്ക് 2 വരാൻ പറ്റിയില്ല. അപ്പോൾ ജോസൂട്ടൻ മാത്രമേ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. പിന്നെ ലിസി ആൻറ്റിയും മാളുക്കുട്ടിയും
പിന്നെ അമ്മയും കുഞ്ഞാൻറ്റി, ടോംപാപ്പനെ, മേരി ആൻറ്റി അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശാന്തി ആൻറ്റി ഉണ്ടായിരുന്നു. അവരെല്ലാം ആൻറ്റിമാരെല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടെ വേറെ വണ്ടിയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏതൻകുട്ടൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളിനി പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആൻറ്റിമാരെല്ലാം റെഡിയായി. അപ്പോൾ അവർ വണ്ടിയാണ് മുന്നിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ അങ്ങ് യാത്രയാവാനുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് അനുവും റിജേട്ടനോട് വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇനി ഞങ്ങൾ വരാം, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങാം എന്നെല്ലാം പറഞ്ഞു. ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോടുകൂടി പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ ബൈ.